വിട്ടുവീഴ്ച ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. വിട്ടുവീഴ്ച ആകെ ചെയ്യേണ്ടത് ആരാ? ഭാര്യയുടെ നടച്ചിൽ ആൾക്കാരുടെ ഒരു വിചാരം. പെണ്ണുങ്ങൾ പറഞ്ഞ വിട്ടുവീഴ്ച ചെയ്യാനുള്ളവരും നമ്മൾ പറഞ്ഞ രസൈന്റെ ഭാഷയിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാനുള്ള ആൾക്കാരാണ് നടഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുക. ഒരു പെണ്ണങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്നുണ്ടാവും. കാരണം എന്താ? വീട്ടിൽ പോയാൽ താഴെ 2 പെൺകുട്ടികളുണ്ട്, താഴെ 2 അനിയത്തിമാരുണ്ട്. അവർ ഭാവി എന്താവും? ബാപ്പയാണെങ്കിൽ ഒരു തവണ സർജറി കഴിഞ്ഞ ഹൃദയം കൊണ്ട് നടക്കണ്. ഞാൻ ഇവിടുന്ന് പിണങ്ങി ചെന്നാൽ എന്താകും സ്ഥിതി? ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ചില പെൺകുട്ടികൾ, ചില സ്ത്രീകൾ, ചില മധ്യവയസ്കരായ സ്ത്രീകളൊക്കെ താമസിക്കുന്ന ഒറ്റ കാരണം തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മൾ തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് മാത്രമാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഈ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു എന്താ പറയാ എല്ലാം കാണാനുള്ള ഒരു വലിയൊരു ഒരു ക്യാമറയാണ് അത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു ടെലസ്കോപ്പാണ് എന്ന് തോന്നാറുണ്ട്. എന്താ, സ്ത്രീകൾ അങ്ങനെ എഴുതും, പുരുഷന്മാർ എഴുതും, സ്ത്രീകൾ എഴുതും, എല്ലാവരും എഴുതും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും യാതൊരു മടിയുമില്ലാതെ. ഇത് മറ്റാരും അങ്ങനെ വ്യാപകമായി അറിയുകയില്ല എന്ന വിശ്വാസത്തോടു കൂടെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓരോ ആണും ഓരോ പെണ്ണും പരസ്പരം ചർച്ചയ്ക്ക് തയ്യാറാകണം. എന്നെ സഹിക്കാത്ത വല്ലതും നിനക്കുണ്ടോ? ഭർത്താവ് ഭാര്യനോട് ചോദിക്കണേടി, എന്നെ ഒരിക്കലും സഹിക്കാത്ത, എന്നെ ഇങ്ങനെ സഹിച്ച് ഇടങ്ങാറായി ജീവിക്കണം വല്ല കാര്യം എനിക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയണം. തിരിച്ച് ഭാര്യയും ചോദിക്കണം, നിങ്ങൾ എന്നെ കൊണ്ട് കുടുങ്ങിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു ചർച്ച നമ്മുടെ റൂമിൽ ഉണ്ടാകണം, നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, നിങ്ങൾ വിശാലത കാണിക്കൂ. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്നാണ്. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് ചോദിക്കുന്നുണ്ട്.